നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് അന്വേഷിക്കാന്നേ. നിങ്ങളിങ്ങനെ കരയാതെ കുറച്ചു നേരം അകത്തേക്ക് ഇരിക്കാം. ഞാനൊന്ന് നോക്കട്ടെ. വരൂ. ശരി സർ. ഇതല്ലേ മായമ്മ, മോളുടെ അമ്മ? അതെ. മോളെയും കാത്ത് അമ്മയോടെ നിൽക്കുക. വാ വാ മോളെ. വാ വാ കയറിക്കോ. എന്തായി? ആ കാര്യം സക്സസ്. വെരി ഗുഡ്. എന്നാ പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ. അമ്മു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിൽ. മോളുടെ കാര്യം ഒന്ന് ചോദിച്ചാലോ? ചേച്ചി, അമ്മു ഇങ്ങോട്ട് എങ്ങനെ വന്നായിരുന്നോ? ഇല്ലല്ലോ മോളെ, സ്കൂളിൽ നിന്ന് എത്തിയില്ലേ? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എത്തേണ്ട സമയം കഴിഞ്ഞു ചേച്ചി. ഞാൻ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. മോള് പേടിക്കണ്ട, കുഞ്ഞ് കളിക്കാനോ മറ്റോ പോയി കാണും. കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ചെന്ന് നോക്ക്. ശരി ചേച്ചി. ചേച്ചി, അമ്മ ഇവിടെ എങ്ങാനും വന്നായിരുന്നോ? ഇല്ലല്ലോ മോളെ, എന്തു പറ്റി? അല്ല, അവള് സ്കൂള് വിട്ട് ഇതുവരെ വന്നില്ല. അയ്യോ, ആ സുമതിയുടെ വീട്ടിലെങ്ങാനും പോയി കാണും. ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ ശരി. സുരേഷ് ചേട്ടാ, ചേട്ടാ. എന്താ? അമ്മു ഈ വഴി പോകുന്ന വല്ലതും കണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താ പറ്റി? കുഞ്ഞിതുവരെ വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരി മോളെ. കുഞ്ഞിതെവിടെ പോയതായിരിക്കും? ദേവി, എന്റെ മോക്കൊന്നും വരുത്തല്ലേ. ചേച്ചി, മീനാക്ഷി കുഞ്ഞെ, അമ്മ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അമ്മ വീട്ടിലെത്തിയില്ലെന്നോ? അതെ. നേരം വൈകിയല്ലോ. ചേച്ചി അടുത്ത വീട്ടിലൊക്കെ തിരക്കിയോ? എല്ലായിടത്തും തിരക്കി കുഞ്ഞെ, അവിടെ ഒന്നും ചെന്നിട്ടില്ല. എനിക്ക് ആകെ പേടിയാവുക. ചേച്ചി പേടിക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ ACP വിളിച്ച് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യ്. ACP ഫോൺ എടുക്കുന്നില്ലല്ലോ. ചേച്ചി, ACP വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. തിരക്കിലായിരിക്കും. എന്തായാലും ഉടനെ തിരിച്ചു വിളിക്കും. അപ്പൊ ഞാൻ ഈ വിവരം പറയാം. ചേച്ചി ഒരു കാര്യം ചെയ്, വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം അറിയിക്ക്. ഞാൻ അച്ഛനോടും വരാൻ പറയാം. ഒന്നും ഓർത്ത് പേടിക്കണ്ട, മോള് സേഫായിട്ട് വീട്ടിലെത്തും. ശരി കുഞ്ഞി.
ഞാൻ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ശരി ചേച്ചി. എത്ര മണി തൊട്ടാ കുട്ടിയെ കാണാതായത്? മോള് സ്കൂളെ വിട്ട് വീട്ടിലേക്ക് വന്നതേ ഇല്ല സാർ. കുട്ടി ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസിലാ. എത്ര സ്റ്റാൻഡേർഡില്? 5th സ്റ്റാൻഡേർഡിൽ. അപ്പോ 10 വയസ്സുള്ള കുട്ടിയാണല്ലേ? അതെ. ഒന്നും പേടിക്കാനില്ല, കുഞ്ഞുങ്ങ് വരും. ദാ ഇതങ്ങ് കൊടുക്ക. CI സാറിനോട് പറഞ്ഞേക്ക്, ഇവരെയും കൂടി ചെല്ലേ. ഓക്കെ സർ. വാ. അവരുടെ കൂടെ വെക്കുള്ളൂ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി ശരി. സർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? സർ, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടി സ്കൂൾ വിട്ട് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നിരുന്നോ? അതെ സാർ. എത്ര വയസ്സുള്ള കുട്ടിയാ? മോക്കിപ്പോ 10 വയസ്സുണ്ട്. പഠിക്കുന്ന സ്കൂൾ ഏതാ? സെന്റ് മേരീസിലെ സാറേ. കുട്ടിയുടെ പേര്? നന്ദന. അമ്മൂന്നാ വിളിക്കുന്നത്. നിങ്ങളുടെ പേരെന്താ? മായമ്മ. കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? അച്ഛൻ മരിച്ചുപോയി. പേര് രഘു എന്നായിരുന്നു. ഞാൻ ചെമ്പകമംഗലത്തെ ജോലിക്കാരിയാ. ചെമ്പകമംഗലോ? അതെ സർ. അപ്പോ ACP കാർത്തിക് സാറിന്റെ വീട്? അതെ. നിങ്ങൾ ഇങ്ങനെ കരയാതെ. കുട്ടി ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കാണും. നമുക്ക് അന്വേഷിക്കാന്നേ. നിങ്ങളിങ്ങനെ കരയാതെ. കുറച്ചു നേരം അകത്തേക്ക് ഇരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. വരൂ. ശരി സർ. ഈ കാർത്തിയേട്ടൻ ഇത് എവിടെയാ? ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോണും എടുക്കില്ലല്ലോ. സാറിന്റെ മിസ്സസ് കുറെ നേരമായിട്ട് വിളിക്കുന്നല്ലോ. എടുത്ത് കാര്യം പറഞ്ഞേക്കാം. മാഡം, ACP സാർ മീറ്റിംഗിലാണ്. മീറ്റിംഗ് കഴിയുമ്പോ തിരിച്ചു വിളിക്കാൻ പറയാം. ശരി, താങ്ക് യു. ശരി മാഡം. ഇനി എന്ത് ചെയ്യും? അച്ഛനോട് പറയാം. അച്ഛാ. എന്താ മോളെ? അച്ഛാ, നമ്മുടെ മായ ചേച്ചിയുടെ മോള് ഇത്രയും നേരിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലെന്നോ? നേരം സന്ധ്യയല്ലോ. ആ കൊച്ചു മിസ്സിംഗാ. ഞാൻ കാർത്തിയേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മായ ചേച്ചി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. അവരാകെ ടെൻസ്ഡാ. ആരും ഇല്ലാത്തവരല്ലേ. അച്ഛനാ സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാവോ? പിന്നെന്താ, അവരൊരു പാവാ. ഞാൻ ചെല്ലാം. അവര് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോയിരിക്കുന്നത്? അതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.